എരുമേലി പെരിശ്ശേരി പുത്തൻ വീട്. മഹിഷി നിഗ്രഹമെന്ന അവതാര ദൗത്യത്തിന് പുറപ്പെട്ട സാക്ഷാൽ ശ്രീ അയ്യപ്പന് അഭയമേകിയ മുത്തശ്ശി ഗൃഹം. പുണ്യപുരാതനമായ ഈ ഗൃഹത്തിൽ അയ്യപ്പൻ ഒരു രാത്രി താമസിച്ചുവെന്നാണ് ഐതിഹ്യം. തന്റെ പോറ്റമ്മയായ പന്തളം രാജ്ഞിയുടെ അസുഖത്തിന് മരുന്നായി പുലിപ്പാൽ കൊണ്ടുവരാൻ നിയുക്തനായ മണികണ്ഠൻ യാത്രക്കിടയിൽ ഇന്നത്തെ എരുമേലിയിലെത്തി. അക്കാലം നിബിഡ വനമായിരുന്ന ഇവിടം മഹിഷി എന്ന ഭീകരരൂപിയുടെ കേളീരംഗമായിരുന്നു. പുരുഷ വിദ്വേഷിയായ മഹിഷി ഈ നാട്ടിലെ പുരുഷന്മാരെ ഹിംസിച്ച് വിളയാടി. അക്കാലങ്ങളിൽ രാത്രി സമയം ഇവിടുത്തെ വീടുകളിൽ പുരുഷന്മാർ അന്തി ഉറങ്ങാറില്ലായിരുന്നുവത്രേ. ഈ സമയത്താണ് മണികണ്ഠൻ പന്തളത്തു നിന്നും പുലിപ്പാൽ അന്വേഷിച്ച് ഇവിടെ എത്തിയത്. സമയം രാത്രിയായപ്പോൾ അടുത്തു കണ്ട വീട്ടിൽ അന്തി ഉറങ്ങാൻ അനുവാദം ചോദിച്ചു. എന്നാൽ ഇവിടെ പ്രായം ചെന്ന ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ആ സ്ഥലത്ത് അന്തി ഉറങ്ങുന്നത് അപകടമാണെന്ന് പറഞ്ഞിട്ടും മണികണ്ഠൻ വഴങ്ങിയില്ല. മണികണ്ഠൻ അന്ന് അന്തി ഉറങ്ങിയ വീടാണ് ഇന്നത്തെ പുത്തൻ വീട് എന്നറിയപ്പെടുന്നത്. പുത്തൻ വീട്ടിലെ ചാണകത്തറയിൽ അന്തിയുറങ്ങാൻ കിടന്ന അതിഥിയെ പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കിയ മുത്തശ്ശിക്ക് കാണാൻ കഴിഞ്ഞില്ല. പകരം തന്റെ വീടിനകലെയല്ലാതെ കുളക്കരയിൽ ഭീകരരൂപിണിയായ മഹിഷി നിഗ്രഹിക്കപ്പെട്ട് കിടക്കുന്നതാണ് കണ്ടത്. മഹിഷി നിഗ്രഹം നടത്തിയ സാക്ഷാൽ ശ്രീ അയ്യപ്പനായിരുന്നു തന്റെ അതിഥിയെന്ന് മുത്തശ്ശി അപ്പോഴാണ് മനസ്സിലാക്കിയത്. മഹിഷി നിഗ്രഹം നടത്തിയ ഉടവാൾ മുത്തശ്ശി വീടിന്റെ തറയിൽ സമ്മാനിച്ചാണ് അയ്യപ്പൻ അവിടെ നിന്നും യാത്രയായതത്രേ. ഈ ഉടവാൾ ഇന്നും പുത്തൻ വീടിന്റെ നിലവറയിൽ പീഠത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഭക്തജനങ്ങൾക്ക് ദർശിക്കാവുന്നതാണ്. പെരിശ്ശേരി പിള്ളമാർ എന്നറിയപ്പെടുന്ന ഈ കുടുംബത്തിന്റെ അനന്തരാവകാശികൾ തലമുറകളായി ഈ ഉടവാളിനു മുന്നിൽ ദീപം തെളിയിക്കുന്നുണ്ട്. പുത്തൻ വീടിന് സമീപത്തായി ദേവസ്വം സ്കൂൾ മൈതാനത്ത് കാണപ്പെടുന്ന കുളമാണ് രുധിരക്കുളം. മഹിഷി നിഗ്രഹ സമയത്ത് മഹിഷിയുടെ രക്തം വീണ് ഈ കുളം ചോരക്കുളമായെന്നാണ് ഐതിഹ്യം. അതിനാലാണ് ഇത് രുധിരക്കുളം എന്നറിയപ്പെടുന്നത്. ചരിത്രമുറങ്ങുന്ന പെരിശ്ശേരി പുത്തൻ വീടും രുധിരക്കുളവും അധികമാരാലും അറിയപ്പെടാതെ കിടക്കുകയാണ് ഇന്നും. ഇതാണ് എരുമേലിയിലെ പേട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അയ്യപ്പ ദർശനത്തിനായുള്ള യാത്രയിൽ എരുമേലിയിലെത്തുന്ന അയ്യപ്പ ഭക്തർ ആദ്യം ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് കൊച്ചമ്പലം. കൊച്ചമ്പലം അതിന്റെ പേര് പോലെ തന്നെ ഒരു ശ്രീകോവിൽ മാത്രമുള്ളതാണ്. ഇവിടെ നിന്നും അയ്യപ്പനെ വണങ്ങി ഭക്തജനങ്ങൾ നാളികേരമുടച്ച് പ്രദക്ഷിണം വയ്ക്കുന്നു. ഇവിടെയുള്ള കോട്ടപ്പടിയിൽ മലദൈവങ്ങൾക്ക് നാളികേരമുടയ്ക്കുകയും പതിവുണ്ട്. എരുമേലി വഴി കാനന ദുർഗങ്ങളിലൂടെയുള്ള ശരണയാത്രകളിൽ തങ്ങൾക്ക് തുണയാവാനാണ് അയ്യപ്പ ഭക്തർ മലദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്. മഹിഷി നിഗ്രഹം നടത്തുന്നതിന് മുൻപ് അയ്യപ്പൻ താമസിച്ച പെരിശ്ശേരി പുത്തൻ വീട്ടിലെ മുത്തശ്ശി താൻ ആതിഥ്യമരുളിയത് സാക്ഷാൽ അയ്യപ്പനാണെന്ന് മനസ്സിലാക്കി. തന്റെ വീടിന്റെ സമീപത്തായി അയ്യപ്പന് ഒരു ക്ഷേത്രം പണിയണമെന്ന് മുത്തശ്ശിക്ക് ആഗ്രഹമുദിച്ചു.
മുത്തശ്ശിയുടെ ഈ ആഗ്രഹപ്രകാരം മകൻ പെരിശ്ശേരി പിള്ളയാണ് കൊച്ചമ്പലം പണിതീർത്തതെന്ന് ഐതിഹ്യം പറയുന്നു.